അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിലെ കാര്യമാണ് പറയുന്നത്. ലൈവിൽ ഇപ്പോൾ ആദിലയുടെ പട്ടി ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ പട്ടി ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ തന്നെ വന്ന് പാത്രം കഴിവാണ് ആദില. അവിടെ അനീഷുണ്ട്, അതുപോലെ അനുമോളുണ്ട്. അപ്പോൾ അനീഷാണ് രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴിവേണ്ടത്. അപ്പോൾ അനുമോളും അനീഷും പറയുന്നുണ്ട്, ആദില എന്തിനാണ് ഇപ്പം കഴിവുന്നത്? ഇപ്പം ആദിലയുടെ ഡ്യൂട്ടി അല്ലല്ലോ. ആദില പോയിരുന്ന് ഭക്ഷണം കഴിക്കുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് പുള്ളിക്കാരി വന്ന് പാത്രം കഴിവുന്നത്. പഠിച്ച കള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ പഠിച്ച കള്ളിയാണ്. നമ്പർ 1 ഉടായ്പാണ് ആദില. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളൂ, വലിയ പാത്രങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ലോഡ് പാത്രങ്ങളും ചെമ്പുകളും കാണണം. അപ്പോൾ ഉച്ചയ്ക്ക് ഇതൊക്കെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് കഴിവണം. അപ്പം ജോലി എടുക്കാൻ വയ്യ പുള്ളിക്കാരിക്ക്. അതാണ് കാര്യം, അല്ലാതെ വേറൊന്നുമല്ല. രാവിലെയാണെങ്കിൽ 1-2 ചായപാത്രവും അല്ലെങ്കിൽ അപ്പം ചുട്ട ചട്ടിയൊക്കെ ഉള്ളൂ, അതൊക്കെ കഴുകി വയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കഴിവാണ്. അനീഷയ്ക്കാണ് ചെയ്യേണ്ടത്. അപ്പം ഇവരെ ഡ്യൂട്ടി ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പം ഒരു ടീം 2 പേര് ഉച്ചയ്ക്ക് കഴിവാണെങ്കിൽ നാളെ അവർ വൈകിട്ട്, മറ്റന്നാൾ രാവിലെ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്ത്രപൂർവ്വം ഉണ്ടല്ലോ. ഇതിപ്പം അനീഷ് പറയുന്നുണ്ട്, ഇത് മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പം ജിഷനും അതുപോലെ ആദിലയാണ് ഉച്ചയ്ക്ക് കഴിവേണ്ടത്. പിന്നെ എന്തിനാണ് ആദില ഇപ്പം രാവിലെ വന്ന് ഇത് കഴിവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കും ആദില കഴിവേ പറ്റുമെന്ന് അനീഷ് അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വകവയ്ക്കാതെ താൻ തൻ്റെ പാട്ടിന് പോടോ, താൻ തൻ്റെ പണി നോക്ക്. ഭയങ്കര, എനിക്ക് തോന്നുന്നൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ആദില അവിടെ സംസാരിക്കുന്നത്. എന്നിട്ട് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. താൻ തൻ്റെ വീട്ടിൽ പോയി പറ, ഇത് ബിഗ് ബോസ് വീടാണ്, ഇവിടെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ ആദില അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അനുമോളും പറയുന്നുണ്ട്, ആദില അവിടെ നിന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ആദില കഴിവേണ്ട കാര്യം എന്താണ്? നിങ്ങളെ ഡ്യൂട്ടി ഉച്ചയ്ക്കല്ലേ, അനീഷേട്ട അവിടെ നിന്ന് കഴിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും വക വയ്ക്കാതെ പുള്ളിക്കാരി കഴിവിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പം ഉച്ചയ്ക്ക് ജിഷനും അതുപോലെ ആദിലയാണ് കഴിവേണ്ടത്. അപ്പം ജിഷൻ കിച്ചണിലോട്ട് വരുന്ന സമയത്ത് ഈ ആദില കഴിവെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ, നീ എന്തിനാ എപ്പം കഴിവുന്നത്? നമ്മളെ ഡ്യൂട്ടി ഉച്ചയ്ക്കല്ലേ. അപ്പോൾ അനീഷും പറയുന്നുണ്ട്, അതെ നിങ്ങളെ ഡ്യൂട്ടി ഉച്ചയ്ക്കാണ്, പക്ഷെ ആദില ഇപ്പം കഴിവെന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദില ഉച്ചയ്ക്കും കഴിയേ പറ്റുമെന്ന് അനീഷ് അവിടെ കിടന്ന് വാശി പിടിക്കുന്നുണ്ട്. അത് കറക്റ്റ് കാര്യമാണ്. രാവിലെ കഴുകി കഴിഞ്ഞാൽ ഉച്ചയ്ക്കും കഴിയേ പറ്റൂ. കാരണം പണി കൊടുക്കണമല്ലോ. ഇത് പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടവുമായിട്ടാണ് ആദില ഇപ്പം വന്നിട്ടുള്ളത്. അപ്പം ഷാനവാസ് അവിടെ നിൽപ്പുണ്ട്. അപ്പം ഈ ആദില എന്താണെന്നറിയോ, ഓരോന്നോരോന്ന് കഴുകിയിട്ട് ഷാനവാസിൻ്റെ കയ്യിൽ എടുത്തു കൊടുക്കുവാണ്. അപ്പം അത് എളുപ്പമല്ലോ, കുറച്ച് ജോലിയും കൂടെ എളുപ്പമായല്ലോ. അപ്പം ഷാനവാസ് ഇത് പെങ്ങളെ കുട്ടിയാണല്ലോ, അപ്പം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ആദില എടുത്ത് കഴുകി കൊടുക്കുന്ന പ്ലേറ്റുകൾ ഷാനവാസ് കൊണ്ട് വയ്ക്കുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അനീഷിന് ചൊറിഞ്ഞ് കയറി വന്നു. അനീഷ് പറഞ്ഞു, ഷാനവാസിൻ്റെ ഡ്യൂട്ടി എവിടെ? ഒരു കാര്യം ചെയ്യും, ഷാനവാസ് ഒന്ന് കഴുകി കൊടു. ശരിയാണ്. ഇപ്പം ഒരാൾ അവിടെ നിന്നിട്ട് കഴിവണ്ട, നിങ്ങളുടെ ഡ്യൂട്ടി ഉച്ചയ്ക്കാണ്, ഒരു ക്യാപ്റ്റൻ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് വന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞാൽ കേൾക്കാത്ത ഒരാൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അനീഷ് അത് കറക്റ്റ് കാര്യം തന്നെ. അനീഷിന് ദേഷ്യം വന്നിട്ട് അനീഷ് പറഞ്ഞു, ഷാനവാസിൻ്റെ ഡ്യൂട്ടി എവിടെയാണ്? ഷാനവാസ് കിച്ചൺ ടീമിലല്ലേ, കഴിവുന്ന ടീമിലൊന്നും അല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, വന്നിരുന്ന് കഴുകിക്കൊടു. അങ്ങനെ ഷാനവാസ് കഴുകിക്കൊടു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, നമ്മളില്ലേ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പോകാൻ നേരത്ത് വീണ്ടും ഈ ആദില ഷാനവാസിക്ക് എങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, അപ്പോൾ ഷാനവാസ് വീണ്ടും വരുന്നു. അപ്പം പാത്രം എടുത്തു കൊടുക്കുന്നു, കഴുകിയത് എടുത്തു കൊടുക്കുന്നു, വീണ്ടും കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വെറും പട്ടി ഷോയാണ് ഇപ്പോൾ ലൈവിൽ നടന്നു കഴിഞ്ഞത്. വെറും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് മാത്രമാണ് ഇവിടെ അതിൽ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഓപ്പൺ നോമിനേഷനിൽ നല്ല രീതിയിൽ നല്ല ഓപ്പണായിട്ട് തന്നെ അതിലേക്ക് അടിച്ചു വെച്ച് കൊടുത്തല്ലോ അനീഷ്. ഓപ്പണായിട്ട് നോമിനേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അനീഷിനെ കാണുമ്പോഴല്ലേ ഈ ആദിലേക്ക് ഇങ്ങോട്ട് ചൊറിയുക. വായി വരുന്നത് പറയുന്നുണ്ട്, അത് പറയുന്നു, ഇത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ പറയുന്നുണ്ട്, എന്തോ അനുമോള് വന്നപ്പോഴത്തേക്ക്, ഇന്നെന്താ അനീഷേട്ടന് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചുമ്മാ അങ്ങ് കളിയാക്കുവോടെ. ഇത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് സംസാരിക്കുന്ന പോലെയാണ്. ഇന്ന് രാവിലെ ഈ അനീഷ് നൂറയ്ക്ക് മരുന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മരുന്ന് സ്റ്റോർ റൂമിൽ വരുന്നു. അപ്പം അത് അനീഷ് എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അപ്പം നൂറ അതിൽ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഇവർ മേടിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പം നൂറ പറയുന്നുണ്ട്, അവിടെ വെച്ചിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ അവിടെ നിന്നോട് പറയാം, നിങ്ങൾ ആരാ മരുന്ന് എടുത്ത് കൊടുക്കാൻ? നിങ്ങൾ ഇവിടെ മൂത്താപ്പയൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ മരുന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഇന്നലെ തന്നെ ടാസ്ക് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ പുറവേ നടന്ന് പ്രൊവോക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന നമ്മൾ കണ്ടതാണ്. എന്തോ ഒരു ദേഷ്യമാണെന്നറിയോ ഈ ആദിലേക്കൊക്കെ. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നൂറ ഈ മരുന്നെടുത്ത് കൊണ്ട് കൊടുക്കാൻ നേരത്ത് നൂറ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നൂറായ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അവർ തന്നെയാണ്.
കാരണം എത്രത്തോളം വെറുപ്പിക്കാവോ അത്രത്തോളം വെറുപ്പിച്ച് ആ രീതിയിലുള്ള സംസാരങ്ങളെല്ലാം സംസാരിച്ച് മോശക്കാരനാക്കിയിട്ടല്ലേ ഈ അനീഷ് പറഞ്ഞത് നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ പറയും. അപ്പം അത്രയും പുറമെ കിടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് മോശവാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരോട് പിന്നെ ഇഷ്ടമല്ലെന്നല്ലാതെ പിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അനീഷ് അങ്ങനെ ചെയ്തത്. എങ്കിലും തന്നെ അനീഷിന് മനസ്സിൽ ഇതുപോലുള്ള വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അനീഷ് മരുന്നെടുത്തുകൊണ്ട് കൊടുക്കാൻ നേരത്ത് അത് മേടിക്കണമായിരുന്നു. അതാ വീണ്ടും നല്ലത്. അവിടെ വെച്ചിട്ട് നിങ്ങൾ ആരും മൂത്താപ്പയാണോ വല്യാപ്പയാണോ എന്നൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തായാലും ഈ ആദിലയുടെ സ്വഭാവം, ഈ ചൊറി പിടിച്ച സ്വഭാവം എനിക്ക് എന്തായാലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നെ ബിഗ് ബോസ് നെവിനും അതുപോലെ ജിഷിനും നല്ല പണി കൊടുത്തിരിക്കുകയാണ്. രണ്ടിനെയും പിടിച്ച് ജയിലിലോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം നെവിനെ മോശം പ്രകടനം കാഴ്ചവെച്ചതിന്റെ പേരിൽ നെവിനെ ബിഗ് ബോസ് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് ഓറഞ്ച് ഫാക്ടറിയുടെ മുതലാളിയിൽ നിന്ന് ഈ നെവിനെ എടുത്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ഷാനവാസിനെ കൊണ്ടുവന്നു. അതുപോലെ ജിഷനെ വോട്ടിങ്ങിലൂടെ എല്ലാവരും പുറത്ത് കളഞ്ഞു. അപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ക്വാളിറ്റി ചെക്കർ ഓഫീസർമാരെ രണ്ടുപേരെയും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒന്നുമില്ല, രണ്ടുപേർക്കും രണ്ട് അഭിപ്രായങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരെയും മാറ്റി. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വോട്ടിങ്ങിലൂടെ ഏറ്റവും വോട്ട് കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഓനിയൻ സാബുവിനാണ്. അപ്പോൾ ഓനിയൻ സാബുവാണ് പുതിയൊരു ക്വാളിറ്റി ചെക്കറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അനുമോളും ഓനിയൻ സാബും ക്വാളിറ്റി ചെക്കർ ഓഫീസർ, പിന്നെ അതുപോലെ ഓറഞ്ച് ടീമിൻ്റെ ഫാക്ടറി ഉടമ ഷാനവാസ്, പിന്നെ പുതിയൊരു കമ്പനി കൂടെ വന്നല്ലോ, മാംഗോ കമ്പനി. അപ്പോൾ അതിൻ്റെ ഓണർ ആര്യൻ. അപ്പം ഇനി ഇവർ ഇത്രയാണ്. എന്തായാലും ഇനി ടാസ്ക് അങ്ങോട്ട് വേറെ ലെവലാവുമെന്നും മിക്കവാറും അടിയും പിടിയൊക്കെ ആയിരിക്കും. കാരണം അനുമോള്, അതുപോലെ ആര്യൻ, ഷാനവാസ്, അനീഷ് ഇവരെല്ലാം തന്നെ ഉണ്ട്. അപ്പം വേറെ ലെവലായിരിക്കും ഇനിയുള്ള ടാസ്ക്. രസമായിരിക്കും സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഫൈറ്റിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഈ ജിഷനെ മാറ്റാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഷൻ ക്യാപ്റ്റൻസിക്ക് വേണ്ടി മാത്രമാണ് അവിടെ ഗെയിം കളിച്ചത്, ആ ഒരു ടാസ്ക് കണ്ടത്. കാരണം ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുക, മറ്റേ ടീമിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അത് ഒരു ക്യാപ്റ്റൻസി, ഒരു ടീമിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം നിന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്വാളിറ്റി ചെക്കർ ഓഫീസർ എന്ന് പറഞ്ഞാൽ അതൊരു ജനങ്ങളുടെ പ്രതിനിധിയാണ്. അത് അനുമോള് സത്യസന്ധമായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത ബോട്ടിലൊക്കെ റിജക്റ്റ് ചെയ്തു, ലീക്കായിട്ടുള്ളതും അഴുക്കുള്ളതൊക്കെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. നല്ല സാധനം മാത്രം എടുക്കുക. അത് ജനങ്ങൾക്ക് വേണ്ടി ആ ഒരു ടാസ്ക് കളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. സത്യസന്ധമായിട്ട് ആ ഒരു ടാസ്ക് അവിടെ ചെയ്തു. അല്ലാതെ ഒരാൾക്കും ഫേവറസും കാണിക്കാതെ ഒരാൾക്കും കോയിന് വേണ്ടിയിട്ട് വെറുതെ എന്തിനാ കോയിൻ വാരി കൊടുത്തിട്ട് നോമിനേഷൻ ഫ്രീ ആക്കുന്നത് അല്ലേ? അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം മേടിച്ച് വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് കോയിൻ കൊടുത്തിട്ട് അവിടെ വെറുതെ അവരെ നോമിനേഷൻ ഫ്രീ ആക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം അവിടെ ഫ്രണ്ട്ഷിപ്പ് നോക്കാതെ സത്യസന്ധമായിട്ട് അവിടെ അനുമോളാണ് കളിച്ചിട്ടുള്ളത്. എന്തായാലും പലരെയും പ്ലാനിങ് ബിഗ് ബോസ് പൊളിച്ചു കളഞ്ഞു കേട്ടോ. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. കാരണം ഇന്നത്തെ ടാസ്കിനകത്ത് ഇതുപോലെ ഇന്നതുപോലെ ചെയ്യണം, അതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗ്രൂപ്പ് കളിച്ചൊരു പ്ലാൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോയി. കാരണം ജിഷനെ പുറത്താക്കിയല്ലോ. ജിഷനെ പുറത്താക്കിയിട്ട് ഓനിയൻ സാബുവിനെ കൊണ്ടുവന്ന് അതുപോലെ പുതിയൊരു കമ്പനി കൂടെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇവരെ പ്ലാനിങ് ഒക്കെ സത്യം പറഞ്ഞാൽ പൊളിഞ്ഞു. മാത്രമല്ല ഇന്നലത്തെ പ്ലാനിങ്ങും പൊളിഞ്ഞു. കാരണം ജിഷന്റെ അടുത്ത് കുപ്പി ചോദിച്ചപ്പോഴത്തേക്ക് കുപ്പി എവിടെ, നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള കുപ്പി ചോദിച്ചപ്പോഴത്തേക്ക് ജിഷന്റെ ഈ കുപ്പി എവിടാന്ന് പോലും ജിഷൻ അറിയത്തില്ല. അതൊക്കെ ബിഗ് ബോസ് ഇതിനകത്തൊരു കളി കളിച്ചിട്ടുണ്ട്. അതെന്തായാലും കൊള്ളായിരുന്നു. ബിഗ് ബോസിന്റെ ഗെയിമും കൊള്ളായിരുന്നു. അപ്പം ഇന്നലെ ആദിലെ അനുമോടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിവിനും അക്ബറും ഇരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നോമിനേഷൻ ഫ്രീയിൽ അക്ബറിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് നിവിൻ്റെ അടുത്ത് കുറച്ച് കോയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിവിനും അക്ബറുമായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് ആദില അനുമോളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആദില രണ്ട് വെള്ളത്തിൽ നിന്ന് കളിച്ചിട്ട് അനുമോൾ എങ്ങനെയെങ്കിലും പുറകെ കൂടെ കുത്തണം, അതാണ് ഈ ആദിലെ നോക്കിയത്. അപ്പൊ അനുമോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ സത്യസന്ധമായിട്ട് എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഞാൻ സത്യസന്ധമായിട്ട് ചെയ്യും, ഞാൻ ഒരു പരിപാടി അതിനകത്ത് കള്ളത്തരം കാണിക്കത്തില്ല, നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കും, മോശമാണെങ്കിൽ അത് റിജക്ട് ചെയ്യുന്ന അനുമോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം പ്ലാൻ ബിഗ് ബോസും പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ ബിഗ് ബോസ് തന്നെ ഇവരെ മാറ്റാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിഷന്റെ ഒരു നിലപാടില്ലായ്മയാണ്. കാരണം ജിഷൻ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ചെക്കർ ഓഫീസർ മെയിനായിട്ടുള്ള വേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സത്യസന്ധത കാണിക്കുക, അതാണ് വേണ്ടുന്നത്. ആ ഒരു പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഒരു വിശ്വാസം വേണമല്ലോ, അതും കൂടെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം see you.